ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ട പോലെ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സാലറിഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ജോബ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ബിസിനസ് സംഭവം ഒന്നുമില്ല. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റുഡന്റ് ആയിക്കോട്ടെ, അതിപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ തൽക്കാലം നിങ്ങൾ ജോലി ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല. പ്രത്യേകിച്ച് പ്രീമിയം ക്രെഡിറ്റ് കാർഡ്സ് ഇഷ്ടംപോലെ സുഖമായിട്ട് കിട്ടും. അതായത് ഇപ്പോൾ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ആയിക്കോട്ടെ, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിന്റെ കാർഡ് ആയിക്കോട്ടെ, അങ്ങനത്തെ പ്രീമിയം ബാങ്കുകളുടെ കാർഡ് നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ സുഖമായിട്ട് കിട്ടും. എങ്ങനെയാണ്? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ്. അതായത് നിങ്ങൾക്കറിയാം, എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ നിങ്ങളുടെ സ്റ്റോക്സ് ഇഷ്ടം പോലെ ഉണ്ട്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്കറിയാം എല്ലാ മാസവും നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു കിട്ടുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഇമെയിലിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബാങ്കിനെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സുഖമായിട്ട് കാർഡ് കിട്ടും ചെയ്യും. അത് വേറെ കാര്യം. ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡിന്റെ അതും ഫ്രീ ആയിട്ട്, അതായത് അത്രയ്ക്കും ഇൻവെസ്റ്റ്മെന്റ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആക്ച്വലി അവരൊരു സെക്യൂർഡ് കാർഡ് പോലെയാണ് നോക്കുന്നത്. നമുക്ക് ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവർക്ക് കാർഡ് കൊടുക്കുന്നതിന് വലിയ അവർക്ക് പ്രോബ്ലം ഇല്ല. എന്ന് വെച്ചാൽ അവർക്ക് സെക്യൂരിറ്റി ഇഷ്യൂ ഇല്ലോ. മെജോറിറ്റി ക്രെഡിറ്റ് കാർഡുകളും റിജക്ട് ആവണം. എന്തുകൊണ്ടാണ്? നമുക്ക് എലിജിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. എലിജിബിലിറ്റി ഇല്ലാത്തതെന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചടയ്ക്കാൻ ചിലപ്പോൾ കഴിവുണ്ടാവില്ല എന്ന് ബാങ്കിന് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലായത് കൊണ്ടാണ് അവർ റിജക്ട് ചെയ്യുന്നത്. അത് എല്ലാം കറക്റ്റ് ആവണമെന്നില്ല, അത് ഡിപ്പെൻസ് ആണ്. അവർ എല്ലാം അൽഗോരിതം ബേസ് അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ ബേസ് ആണല്ലോ നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഇടയ്ക്ക് ഹൗസ് വെരിഫിക്കേഷനും സംഭവങ്ങളൊക്കെ വീട് നിങ്ങളുടെ പേരിലാണെന്നൊക്കെ ചോദിക്കാൻ നിങ്ങൾ കണ്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. അതൊക്കെ എന്തിനാ? അവർ ഒരു സെക്യൂർ നമുക്ക് ഇത്രയധികം നമ്മൾ ക്രെഡിറ്റ് കാർഡ് നമുക്ക് കസ്റ്റമറിന് കൊടുത്തു, അത് അവർ ഡ്യൂ ആയി, കുറെ എമൗണ്ട് ആയി, അത് തിരിച്ചു കിട്ടാൻ വല്ല വഴിയണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് സംഭവങ്ങളൊക്കെ എത്രയധികം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ ബാങ്ക് ഈസായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് വരെ, അതും പ്രീമിയം കാർഡ്സ് വരെ, അമേരിക്കൻ എക്സ്പ്രസ് കാർഡിന്റെ പ്രീമിയം കാർഡ് വരെ. ഇപ്പോൾ റീസെന്റ് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അവന് പ്രീമിയം കാർഡ്, നമ്മുടെ അവർ ഹൈ എൻഡ് കാർഡല്ല, പ്ലാറ്റിനം കാർഡല്ല, എഡ്ജ് റിവാർഡ് കാർഡ്, എനിക്ക് തോന്നുന്നു 4,999 രൂപയുടെ നമുക്ക് ജോയിൻ ചാർജ് ജേണൽ ചാർജ് പോലെ കാർഡാണ്. ആ സാധനം അവന് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടി. അതും അവന്റെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എല്ലാ മാസം അയച്ചു കിട്ടും. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് അവർ ആക്ച്വലി ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാം. പ്രൊസീജിയർ ഇത്രയുള്ളൂ. ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇവരെ കോൺടാക്ട് ചെയ്യാം, കസ്റ്റമർ കെയറിനെ കോൺടാക്ട് അല്ലെങ്കിൽ ബ്രാഞ്ചിനെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ബേസിൽ നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നമ്മുടെ ഈ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് സംഭവങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പറയും. അതിന്റെ ബേസിൽ സുഖമായിട്ട് അപ്രൂവ് ആവട്ടെ. അപ്പൊ ഇതുപോലെ കുറെ ഗുണങ്ങളുണ്ട് നമുക്കിപ്പോൾ. ഇതുപോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ FD ബേസ്ഡ് നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ഒരു ബാങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കുറെ കാലമായിട്ട് പറയാറുണ്ടല്ലോ, നിങ്ങളൊരു പ്രൈവറ്റ് ബാങ്കിന്റെ ബാങ്ക് അക്കൗണ്ട് എടുത്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് പ്രീ അപ്രൂവ്ഡ് കാർഡ് കിട്ടുന്നു. അതെന്തുകൊണ്ട്? ആ ബാങ്ക് പ്രത്യേകിച്ച് ഇപ്പൊ എക്സാമ്പിൾ അവരുടെ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതിൽ നല്ല ട്രാൻസാക്ഷനും അതുപോലെ തന്നെ നല്ല എമൗണ്ട് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതുപോലെ തന്നെ അവരുടെ ബാങ്കിൽ തന്നെ FD ഉണ്ടെങ്കിൽ, അവരുടെ ബാങ്ക് ത്രൂ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് പ്രീ അപ്രൂവൽ കാർഡ് കിട്ടും. പ്രീ അപ്രൂവൽ കാർഡ് വന്നിട്ടില്ലെങ്കിൽ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കാർഡ് അവർ അപ്രൂവ് ചെയ്ത് തരും. അപ്പൊ അത് ഒരു എന്താ പറയാ, ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സംഭവമാണ്. അത് അവരുടെ ഒരു വിശ്വാസത, അതാണ് സംഭവം. എല്ലാം നമ്മുടെ ഈ സിബിൽ ചെക്ക്, നമ്മുടെ ഈ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ. നമുക്ക് എലിജിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ബേസിലാണ്, എല്ലാം വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ബേസിൽ തന്നെയാണ്. അപ്പൊ നിങ്ങളൊരു സാലറിയുടെ അല്ല, നിങ്ങളൊരു സെൽഫ് എംപ്ലോയ്ഡ് അല്ല, അല്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ സുഖമായിട്ട് അമേരിക്കൻ എക്സ്പ്രസിന്റെ കാർഡ് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാട്ടോ. ഇത് ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ വെച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു FD ബേസ്ഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് FD ഉണ്ടെങ്കിൽ അതിന്റെ ബേസിൽ വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കാം. ആ സെയിം ബാങ്കിന്റെ വേണമെങ്കിൽ എടുക്കാം. അപ്പൊ അങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ച് നമ്മളോട് കുറെ പേര് ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഞാനിപ്പോൾ ജോലി നമ്മൾ സാലറിഡ് അല്ല അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് അല്ല, നമുക്ക് എങ്ങനെ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ കുറെ പേര് ചോദിക്കാറുണ്ട്. അപ്പൊ നോർമലി മിക്ക ആൾക്കാരും നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കുക. അത്യാവശ്യം ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് കൊടാക് ബാങ്കിന്റെ 81 കാർഡ് അല്ലെങ്കിൽ AU ബാങ്കിന്റെ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് പിൻകോഡ് സർവീസ് ഉള്ളതുകൊണ്ട് തന്നെ കാർഡ് അപ്രൂവ് ആവുന്നില്ല. പക്ഷെ പേഴ്സണൽ ലോൺ അപ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ട് ഓൾറെഡി, നിങ്ങൾക്ക് അറിയാം, എൻ്റെ ഓൾമോസ്റ്റ് ഒരു 8 months ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കൊടാക്ക 81 അക്കൗണ്ട് എൻ്റെ ഉണ്ട്. അതും നമുക്കൊരു 1.5 മാസമായപ്പോഴേക്ക് തന്നെ അതിൽ പേഴ്സണൽ ലോണും ക്രെഡിറ്റ് കാർഡൊക്കെ പ്രീ അപ്രൂവൽ വന്നു. ഞാൻ എൻ്റെ പേഴ്സണൽ കാർഡ് എടുത്ത് നിങ്ങൾക്ക് ഓൾറെഡി അതിൻ്റെ അൺബോക്സിങ് സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് ബാങ്കിന്റെ അക്കൗണ്ട് ഇടാം. കുറെ പേര് കാനറ ബാങ്കിന്റെയും അതുപോലെ തന്നെ യൂണിയൻ ബാങ്കിന്റെ ഒക്കെ അതിന്റെ ബാങ്ക് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് എടുത്തൊന്നും കിട്ടില്ല, കാര്യമില്ല കേട്ടാ. അവരൊന്നും പ്രീ അപ്രൂവൽ കിട്ടില്ല. അതും പ്രൈവറ്റ് ബാങ്കുകളിൽ എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അത് ഈസി ആയിട്ട് കിട്ടുന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് കൊഡാക് 811 ആണ്. പിന്നെ നമുക്ക് AU ബാങ്കിന്റെ ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ നല്ല പ്രീ അപ്രൂവൽ കിട്ടുന്നുണ്ട്. ആകെ ഇഷ്യൂ വരെ വരുന്നത് പിൻകോഡ് ഇഷ്യൂ ആണ്, അല്ലാണ്ട് അല്ലെങ്കിൽ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ HDFC ആണ്, പിന്നെ അത് കഴിഞ്ഞാൽ ICICI ആണ്, ഏറ്റവും ലാസ്റ്റ് ആണ് ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്ക് നല്ല ടൈം എടുക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് ഒരു 8 months to 12 months നമുക്ക് പ്രീ അപ്രൂവൽ ഓഫറായിട്ട് വരാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ലേറ്റ് ആണ് ആക്സിസ് ബാങ്ക്. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ആക്സിസ് ബാങ്ക് നോക്കിയാൽ മതി. പിന്നെ അവർക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ട് വലിയ കാര്യമുള്ള അക്കൗണ്ട് ഒന്നും ഇല്ല. ഉള്ള അക്കൗണ്ട് എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് ഫീ ഉള്ളതാണ്. മെമ്പർഷിപ്പ് അതായത് നമുക്ക് എന്താ പറയുക സബ്സ്ക്രിപ്ഷൻ ചാർജ് ഉള്ളതാണ്, അത് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ കൊഡാക്കിന്റെ 811 അക്കൗണ്ട് എടുക്കുകയായിരിക്കും. അതുപോലെ തന്നെ AU ബാങ്കിന്റെ വേണമെങ്കിൽ എടുക്കാം. AU ബാങ്കിന്റെ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ നിങ്ങൾ എറണാകുളംകാരാണെങ്കിൽ എടുക്കാം, നമുക്ക് അവിടെ ബ്രാഞ്ച് ഉണ്ട് AU ബാങ്കിന്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ടൗൺ ഏരിയ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രീ അപ്രൂവൽ കാർഡ് എടുക്കാം. നല്ല കാർഡാണ് വരിക. പക്ഷേ എനിക്കും ഇതുപോലെ പ്രീ അപ്രൂവൽ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ തൃശ്ശൂരായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ബ്രാഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാർഡ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസുകളുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിന്റെ സംഭവത്തിന്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അപ്ലൈ ചെയ്യാൻ ലിങ്ക് നൽകാൻ താഴെ കൊടുക്കാം, ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഇൻഡിമണിയാണ്, മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഡിമണിയാണ്. അപ്പോൾ ഇൻഡിമണിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇൻഡിമണി മാത്രമല്ല നമ്മൾ കുറേ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഓരോന്ന് പാർട്ടിഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രോ ഉപയോഗിക്കുന്നത്, ബാക്കി എല്ലാത്തിനും നമ്മൾ ഇൻഡിമണിയാണ്. സ്റ്റോക്സ് ആയിക്കോട്ടെ ബാക്കി എല്ലാ മ്യൂച്വൽ ഫണ്ടും നമ്മൾ ഇന്ത്യമണി വേണമെന്ന് വെച്ചാൽ, അതുപോലെ US സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇന്ത്യമണിയിലുണ്ട്, അതിൽ ഞാൻ ഇന്ത്യമണി തന്നെ ചെയ്യുന്നത്. നമ്മൾ അതിൽ കുറച്ച് വീഡിയോസ് നമ്മൾ കിട്ടാറുള്ളതാണ്. പക്ഷേ അതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗ്രോവിനായിട്ടും റെക്കമെൻഡ് ചെയ്ത് പറയുന്നത്. വെച്ചാൽ ഗ്രോയിൽ ഭയങ്കര സ്ലോ ആണ്. പോരാ തന്നെ നമ്മൾ എന്തെങ്കിലും റിഡീം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഗ്രോവിന്റെ ഭയങ്കര ഒരു ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് ക്രെഡിറ്റ് ആവില്ല. പിന്നെ അവരെ കോൺടാക്ട് ചെയ്യണം, ലാഗ് വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് ലാഗ് വരുന്നത്. ഞാൻ വെച്ചാൽ ആദ്യം ഞാൻ ഗ്രോയിലായിരുന്നു നമ്മുടെ എന്താ പറയുക ട്രേഡിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്യാറ്. പക്ഷെ അത് നമുക്ക് ക്യാഷ് തിരിച്ച് കിട്ടുമ്പോൾ ക്രെഡിറ്റ് ആവാൻ കുറച്ച് ടൈമും സംഭവങ്ങളൊക്കെ നോർമലി എടുക്കുന്നുണ്ട്, നോർമലിനെക്കാട്ടും കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ത്യമണിയിലേക്ക് മാറിയതാണ്. പിന്നെ നമ്മൾ അതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അതിൽ FD വേണമെങ്കിൽ തുടങ്ങാം, US ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ തുടങ്ങാം, ഇന്ത്യൻ സ്റ്റോക്ക് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യമണി ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. പിന്നെ വേറെ ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ ചുമ്മാ പറയാൻ വിചാരിക്കുന്നത് ഇന്ത്യമണിയിൽ ഞാനിപ്പോൾ ഒരു സ്റ്റോക്സ് ഞാനിപ്പോൾ എടുത്തു. അപ്പോൾ ഞാനിപ്പോൾ IRFC എൻ്റെ ഉണ്ട്. അപ്പോൾ IRFC ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തു വിചാരിക്കുക. അപ്പോൾ IRFCയുടെ ഇതാണ് ഇപ്പോൾ പേജാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ സെബിയുടെ റൂൾ, ഇനിയിപ്പോൾ സെബി ആക്ച്വലി ഇപ്പോൾ നമ്മുടെ എന്താ പറയുക റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് റൂള്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ താഴെ തന്നെ ഇവരുടെ എന്തെങ്കിലും ഇപ്പോൾ ആ കമ്പനിയുടെ താഴെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ന്യൂസ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ താഴെ കാണിക്കും. താഴെയല്ല നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് അറിയാം ഇപ്പോൾ ഇത് കുറയാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ വരും. അത് ഗ്രോയിൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല, ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ളൂ. അതും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഇന്ത്യമണി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യമണി അത്യാവശ്യം നല്ലതെന്ന് പറയുന്നത്. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ വെച്ചാൽ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിലേക്ക് എൻ്റെ ഇപ്പോൾ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. ക്രിപ്റ്റോ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, വെച്ചാൽ കുറച്ച് റിസ്ക് കൂടുതലാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇടിഞ്ഞിരിക്കുക ക്രിപ്റ്റോ, എനിക്ക് നല്ല നഷ്ടത്തിലിരിക്കുകയാണ് എൻ്റെ. അപ്പോൾ എന്നാലും പക്ഷെ അത് കയറി വരും, വേറെ കാര്യം ലോങ് ടേം ആണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലെ ഞാൻ ക്രിപ്റ്റോ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പോൾ ക്രിപ്റ്റോന്റെ അവരുടെ സേഫ് ആയിട്ടുള്ള ആപ്പൊക്കെ ഉണ്ട്. നമ്മുടെ ഇക്കോണോമിക്സ് ടൈമൊക്കെ ഉണ്ടല്ലോ, ന്യൂസ് പേപ്പർ ഗ്രൂപ്പ്, അവരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പാർട്ട്ണർഷിപ്പുള്ള ഒരു ആപ്പ് ഉണ്ട്, മഡ്രെക്സ് എന്നിട്ട്. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് എൻ്റെ ആ സംഭവം. കണ്ടു, ഇതിലിപ്പോൾ എൻ്റെ വാല്യൂ കാണിക്കുന്നുണ്ട്. എൻ്റെ വാല്യൂ ഭയങ്കര കുറഞ്ഞിട്ടായിരിക്കുന്നത് ഇപ്പോൾ. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ സംഭവം ഭയങ്കര ഇടിഞ്ഞിട്ടായിരിക്കുന്നത്. ഈ ക്രിപ്റ്റോ എല്ലാം ക്രിപ്റ്റോ ഇടിഞ്ഞിട്ടായിരിക്കുന്നത്, നല്ലോണം ഇടിഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ പറയാം. ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്കും കാർഡിലൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സുഖം എടുക്കാമല്ലോ, തപ്പി പിടിച്ച് പോകണ്ടല്ലോ. എന്ന് വെച്ചാൽ ക്രിപ്റ്റോയിൽ എല്ലാവർക്കും ഒരു സംശയം എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള, ഇപ്പോൾ റീസെൻ്റ് കുറേ കാലം മുമ്പ് വോൾട്ടിൽ നിന്നൊരു സാധനം പിഴിഞ്ഞു പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്ത്യൻ കമ്പനിയാട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ വോൾട്ടൊക്കെ ഫോറിൻ കമ്പനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഡൗട്ടാണ്. ഞാൻ എന്തായാലും ഒരു നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 10% താഴെയൊക്കെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കേട്ടോ. റിസ്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി പ്രൊമോട്ട് ചെയ്യുന്ന സംഭവം ചെയ്യല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന സംഭവം ഞാൻ ജസ്റ്റ് എടുത്ത് പറയണം, നമ്മുടെ എക്സ്പീരിയൻസിൽ എടുത്ത് പറയണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് കിട്ടും കേട്ടോ. അത് ആക്ച്വലി വന്നത് അതിന് നമുക്ക് ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണെന്ന് വെച്ചാൽ നമുക്ക് കുറേ പേര് ഇതുപോലെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാലറിയുടെ അല്ല, സെൽഫ് എംപ്ലോയ്ഡ് ആണ്. സെൽഫ് എംപ്ലോയ്ഡ് ആയത് തന്നെ നമുക്കിപ്പോൾ ചിലപ്പോൾ ITR ഒന്നും ഫയൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ കുഴപ്പമുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾക്ക് ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് പ്രീമിയം കാർഡ്സ് സുഖമായിട്ട് കിട്ടും. ഇത് ബാങ്കിൻ്റെ ആയിക്കോട്ടെ. അപ്പോൾ അതിൽ പെടുന്ന സംഭവങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട്. അപ്പോൾ സംഭവങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട.
അടുത്ത വീഡിയോയിൽ കാണാം.